വയനാട്ടിലെ ഒരു കലാരൂപം നമുക്ക് ഇപ്പോൾ ഇവിടെ പരിചയപ്പെടാം. ഇത് നമ്മുടെ വയനാട്ടിലെ പണിയ ഗോത്രവിഭാഗത്തിൻ്റെ പാരമ്പര്യമായിട്ടൊരു കലാരൂപമാണ്. കയവും കളിയും എന്നാണ് പറയുക. കയവും കളിയും തുടിയാണ് അതിന് ഉപയോഗിക്കുക. തുടി, ചീനി എന്നാൽ ഇതാണ് ചീനി. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് ചുണ്ട, അല്ലെങ്കിൽ പാല, ഈ സാധനം കൊണ്ടാണ് ഉണ്ടായി. അതുപോലെ തന്നെ ഇതിൻ്റെ വിസിലെന്ന് പറയുന്നത് ഓല, കുടപ്പനയുടെ ഓലയാണ്. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു പി ഉണ്ടാക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ ചിരട്ട, അതുകൊണ്ടാണ് ഈ ചീനി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഈ വർഷം സ്കൂൾ കലോത്സവങ്ങളിലെല്ലാം ഈ പണിയ നൃത്തം ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഞങ്ങളുടെ വിഭാഗത്തിന് മാത്രമല്ല മുഴുവൻ കലാരൂപങ്ങളും ഗോത്ര കലാരൂപങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പുതിയ തലമുറ ഒന്നും ഇതിനെ അംഗീകരിക്കുന്നില്ല. അപ്പോഴാണ് ഈ നമ്മുടെ സ്കൂൾ കലോത്സവത്തിൽ ഈ കേരളത്തിലെ 5 ഗോത്രങ്ങളുടെ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട 2 കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വയനാട്ടിലാണ്. ഒന്ന് ഗദ്ദിക അടിയ വിഭാഗത്തിൻ്റെ, ഒന്ന് നമ്മുടെ പണിയ വിഭാഗത്തിൻ്റെ പണിയ നൃത്തം. ബാക്കിയൊക്കെ അട്ടപ്പാടിയിലത്തെ നമ്മുടെ ഇരുള നൃത്തം, ഇടുക്കിയിലെ മലപ്പുലയാട്ടും, പിന്നെ വേറൊരു വിഭാഗത്തിൻ്റെ കൂടി. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് പുതിയ സ്കൂളുകളിൽ ഇത് എന്തായാലും പരിശീലിപ്പിക്കുമല്ലോ. ഈ കലോത്സവത്തിന് പരിശീലിപ്പിക്കുമ്പോൾ നമ്മുടെ പ്രത്യേകിച്ചും ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണെങ്കിൽ പങ്കെടുക്കേണ്ടത്. അപ്പോൾ ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ കൊണ്ട് ഇത് എന്തായാലും പരിശീലിപ്പിക്കും അധ്യാപകർ. അപ്പോൾ അങ്ങനെ ഒരു ഈ കലാരൂപം നിലനിർത്തുന്നതിനൊരു സഹായകരമായ ഒരു. നിങ്ങൾ ഈ കഴിഞ്ഞ വർഷത്തെ സ്കൂൾ കലോത്സവത്തിൽ നടത്തിയ ഇതിന് ഏതെങ്കിലും കുട്ടികൾക്കോ അല്ലെങ്കിൽ സ്കൂളിലോ എന്തെങ്കിലും പരിശീലനങ്ങൾ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? പരിശീലനം പറഞ്ഞാൽ ഇവിടെ നമ്മൾ നൽകി. നമ്മുടെ താഴെ ഒരു MRS ഉണ്ട്, അവിടുത്തെ കുട്ടികൾക്ക് ഇവിടുന്നാണ് അവർ പരിശീലനം നേടിയത്. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ പല സ്കൂളുകളിലും കോഴിക്കോട്, കാസർഗോഡ്, തൃശ്ശൂർ, ഈ 3 ജില്ലകളിലും പിന്നെ പരിശീലനത്തിന് പോയിട്ടുണ്ട്. 3 ജില്ലത്തെ കുട്ടികളെ സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് നമുക്ക് 2 വാക്ക് സംസാരിക്കാം. ഞങ്ങളിവിടെ നമുക്കറിയാം, നമ്മുടെ എന്നൂർ ഗോത്ര പൈതൃക ഗ്രാമം, നമ്മുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കാർഷികോൽപ്പന്നങ്ങൾ, വിവിധ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇവിടുത്തെ ഗോത്ര വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും അവരുടെ ഒരു സാമ്പത്തിക നിലനിൽപ്പിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഏർപ്പെട്ടുള്ളത്. ട്രൈബൽ ടൂറിസം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നത് പണിയ വിഭാഗത്തിൻ്റെ തുടിത്താളം. നമ്മുടെ നൃത്തമുണ്ട്, പണിയ നൃത്തം. അത് ശനി ഞായർ ദിവസങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ ഇത് നമുക്ക് തുടിത്താളം കേൾക്കാം. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ ഇവരുടെ തുടിത്താളം കേൾക്കാം. പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഒരു പുതിയ അനുഭവമായി ഇത് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ.